ഹലോ നമസ്കാരം, ടേസ്റ്റ്ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു പപ്പായ എരിശ്ശേരി തയ്യാറാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. തന്നെ കുക്കറിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ പപ്പായ ഒരു ചെറിയ സൈസ് പപ്പായ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 3-4 പച്ചമുളക്, അതുപോലെ ഒരു ഉപ്പ്, മഞ്ഞൾപ്പൊടി ഫസ്റ്റ് അരച്ചെടുക്കണം. അതിനുശേഷം തേങ്ങ, 3-4 ചെറിയ ഉള്ളി, ചെറിയ ജീരകം, കറിവേപ്പില സെപ്പറേറ്റ് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ആ വേവുമ്പോൾ ആ കഷ്ണത്തേലൊക്കെ അങ്ങ് പിടിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചൊരു 3 വിസിൽ വരെ ആവാം. നമുക്ക് നമ്മുടെ പപ്പായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതിനൊപ്പം തന്നെ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒറ്റ കറക്ക് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഉള്ളി, ജീരകം ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന വേവിച്ച പപ്പായയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ നേരത്തെ ചേർത്ത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഇട്ട് ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടാമത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഇപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് വരാൻ തുടങ്ങി. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടുള്ള കടുക് വറുത്ത് ഇടാം. അപ്പോൾ അതിനായി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക്, അതുപോലെ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉണക്കമുളക്, കുഞ്ഞുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും അങ്ങ് മൂപ്പിച്ചെടുത്ത് ആ എരിശ്ശേരിയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ കുക്കറിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ എരിശ്ശേരി. അപ്പം ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരണം. ഇപ്പം നമ്മുടെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് പപ്പായ എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പപ്പായ എരിശ്ശേരി വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണം. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.